ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തോട് കൂടിയിട്ട് 3 മുന്നണികളുടെയും മാനിഫെസ്റ്റോ കിട്ടിയിട്ടുണ്ട്. കേരളം ഇലക്ഷൻ ചൂടിലാണ് അല്ലേ? UDF, LDF, NDA 3 മുന്നണികളുടെയും ഇലക്ഷൻ മാനിഫെസ്റ്റോ കിട്ടിയിട്ടുണ്ട്. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോ എഡ്യൂക്കേഷൻ, സ്റ്റാർട്ടപ്സ്, ജോബ്, സ്കിൽസ്, കരിയേഴ്സ് ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാ പോയിന്റ്സും നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഏരിയയിലുള്ള എഡ്യൂക്കേഷൻ, സ്റ്റാർട്ടപ്സ്, ജോബ്, സ്കിൽസ്, കരിയേഴ്സിലുള്ള 3 മാനിഫെസ്റ്റോയുള്ള പോയിന്റ്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. അനലൈസ് ചെയ്യുക മാത്രമല്ല, അതിനനുസരിച്ച് ആരുടെ മാനിഫെസ്റ്റോ ആണ് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ റാങ്ക് ചെയ്യാനും പോവുകയാണ്. ഓക്കെ, നമ്മൾ സ്കോർ ഇടാനും പോവുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഇത് തയ്യാറാക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പരിഗണിക്കുന്നത് എഡ്യൂക്കേഷൻ, സ്റ്റാർട്ടപ്പ്, ജോബ്സ്, നമുക്ക് എത്രത്തോളം ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് ആരെല്ലാമാണ് സംസാരിക്കുന്നത്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അപ്സ്കില്ലിങ്ങിനെ കുറിച്ച്, കരിയേഴ്സിനെ കുറിച്ച് ഒക്കെ ആരെല്ലാമാണ് സംസാരിക്കുന്നത്, എത്രത്തോളം സംസാരിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ റാങ്ക് ചെയ്യാൻ 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഡൂവബിലിറ്റി, ഈ പറഞ്ഞ കാര്യം ശരിക്കും പ്രാക്ടിക്കൽ ആണോ, എത്രത്തോളം പ്രാക്ടിക്കലാണ്. നെസസിറ്റി, ഇത് കേരളത്തിന് ആവശ്യമുള്ള കാര്യമാണോ അല്ലേ. ഇമ്പാക്ട് സ്കെയിൽ, എത്രത്തോളം ആളുകളെ ഇത് ഇമ്പാക്ട് ചെയ്യും. ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഈ പറഞ്ഞ കാര്യം ആരും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ലേ, അതല്ല വെറുതെ ഒരു വാഗ്ദാനമായിട്ട് ജസ്റ്റ് പറയാവുന്ന ഒരു കാര്യമാണോ അല്ലേ എന്നുള്ളത്. ഇതിൽ തന്നെ ഞാൻ റാങ്ക് ചെയ്യുമ്പോൾ ഈ ഡൂവബിലിറ്റിക്കും അക്കൗണ്ടബിലിറ്റിക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം നെസസിറ്റി, ഇമ്പാക്ട് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതിനനുസരിച്ച് എല്ലാവരും പല പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഫീസിബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ്, അതേപോലെ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതിനാണ് ഞാൻ കൂടുതൽ പോയിന്റ്സ് നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് ഹൈ, മീഡിയം, ലോ എന്ന് ഈ പോയിന്റ്സിനെ നമ്മൾ റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് NDA എന്ന് തുടങ്ങാം. ഓക്കെ, NDAയുടെ ഒരു വികസിത കേരളം റോഡ് മാപ്പ് 2026 to 2031 ഫസ്റ്റ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, 10 lakh ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ഓരോ ജോബ്സിനും കമ്പനീസിന് 1 lakh സോഫ്റ്റ് ലോൺ പെർ ജോബ് നൽകും 5 വർഷം കൊണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കേരളത്തിൽ ഫ്രീ ആയിട്ട് എല്ലാ സ്കൂൾസിലും ഡെലിവർ ചെയ്യും. ഓക്കെ, ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്നുള്ളത്. ഇത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് ആണ്. 10 ലക്ഷം ജോബ്സ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. ഈ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ 10 ലക്ഷം ജോബ്സിൽ ഓരോ ജോബ്സിനും ഒരു 1 lakh പെർ ജോബ് വെച്ചിട്ട് സോഫ്റ്റ് ലോൺ നൽകും എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്. ഓരോ ജോബിനും നമ്മൾ 10 ലക്ഷം രൂപ, 10 ലക്ഷം ജോബ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 2 ലക്ഷം ജോബ്സ് ആണ്. അത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ജോബ് കറന്റ് ക്രിയേഷൻ റേറ്റ് ഒരു ട്രിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള കോസ്റ്റ് 10 lakh ജോബ്സിന് നമ്മൾ 1 lakh വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10,000 crore ഉണ്ട്. 10,000 crore ഫണ്ടിങ് ലോൺ ആയിട്ട് കൊടുക്കേണ്ടി വരും. 10,000 crore ആര് ലോൺ ആക്കി കൊടുക്കും എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ എന്താ പറയാ, അതിന്റെ ഒരു ഡൂവബിലിറ്റി എന്നുള്ളത് വലിയൊരു കൺസേൺ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. അപ്പൊ ഇത് റിയൽ ജോബ്സ് ആണോ പേപ്പർ ജോബ്സ് ആണോ എന്നുള്ളത് എങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യും. അതല്ലെങ്കിൽ ഇതൊരു മണി സൈഫണിങ്ങിനുള്ള എന്തെങ്കിലും ആയുധമാക്കി ആളുകൾ എടുക്കുമോ എന്നുള്ളതൊക്കെ, ലോൺ എടുക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു നീഡാക്കി എടുക്കുമോ എന്നുള്ളതൊക്കെ ഇതിൽ വലിയൊരു പ്രശ്നമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഫ്രീ ഇംഗ്ലീഷ് മീഡിയം ഓപ്ഷൻ ഇൻ ഓൾ ഗവൺമെന്റ് സ്കൂൾ. ഇപ്പോഴേ നമുക്ക് ഗവൺമെന്റ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ഓപ്ഷൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, എല്ലാ സ്കൂൾസിലോട്ടും വ്യാപിക്കുമ്പോൾ വലിയൊരു ചാലഞ്ച് ഉള്ളത്, ഇതിന് നമുക്കൊരു 14,000+ സ്കൂൾസ് ഉണ്ട്. എവിടെയും ഇംഗ്ലീഷ് കേപ്പബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഈ 5 years കൊണ്ട് നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് റിയലിസ്റ്റിക് ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രി ലിങ്ക്ഡ് ആയിട്ടുള്ള ടാലന്റ് ഹബ്സ് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടാക്കും എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫർ ആയിട്ട് ഇവർ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് PLI സ്കീം പ്ലസ് ഡ്രഗ് ഫ്രീ ക്യാമ്പസ്, അതായത് ബയോടെക്, സെമി കണ്ടക്ടേഴ്സ്, AVGC എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ആനിമേഷൻ, അതേപോലെ വീഡിയോ ഗ്രാഫിക്സ്, ഇതിലൊക്കെ നമ്മൾ എന്താ പറയാ, കൂടുതൽ ഇന്നോവേഷൻസ്, കൂടുതൽ റിസർച്ച് കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ HMT കളമശ്ശേരി, മാവൂർ റയോൺ, ഇപ്പൊ കോഴിക്കോടുള്ള മാവൂർ റയോൺ വെറുതെ കിടക്കുന്ന ലാൻഡ് ആണ്, അതൊക്കെ എടുത്ത് റീപർപ്പസ് ചെയ്യും, മോഡേൺ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ആക്കി മാറ്റും. എത്രത്തോളം പ്രാക്ടിക്കലാന്ന് എനിക്കറിയില്ല. കാരണം ഒരു 40 വർഷത്തോളമായിട്ട് വെറുതെ കിടക്കുന്ന ആ ഭാഗത്ത് പോകുന്ന ആളുകൾക്ക് അറിയാം. അതിന്റെ നിയമപരമായ കുരുക്കൾ എനിക്കറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ നാർക്കോ വാച്ച് പ്രോഗ്രാം, സ്റ്റുഡൻസിന്റെ ഇടയിൽ ലഹരി വളരെ വ്യാപകമായിട്ടുണ്ട്. അവിടെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്ട് NDA വരുന്നുണ്ട്. അപ്പൊ ഡ്രഗ് അവയർനെസ് എന്നുള്ളത് കരിക്കുലത്തിൽ കൊണ്ടുവരും, കൗൺസിലിംഗ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിറ്റി സ്പെസിഫിക് എഞ്ചിനീയറിംഗ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം കേരളത്തിലൊരു ഇൻഡസ്ട്രിയൽ കോറിഡോർ അല്ലെങ്കിൽ മേ ബി സ്റ്റാർട്ടപ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊച്ചി ഭാഗത്താണ് കാണാൻ സാധിക്കും. ഇപ്പോൾ
അവിടെ ഇപ്പോൾ വരുന്നുണ്ട് എന്താ പറയുക, ഇപ്പോൾ കൊല്ലത്തിലൊരു ബ്ലൂ എക്കണോമി, കണ്ണൂർ ഒരു ഡിഫൻസ് ഹബ്ബാക്കി മാറ്റും, അപ്പോൾ സിറ്റി സ്പെസിഫിക് ആയിട്ട് ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതാണ് BJP NDA കാര്യമായി പറയുന്ന പോയിന്റ്സ്. നമുക്ക് LDFിലോട്ട് വരാം. നമ്മളെ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ് LDF എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ അവർ ഇത്രയും കാലം ക്രിയേറ്റ് ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രകടന പത്രിക ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും സ്റ്റാർട്ടപ്സിന്റെ ഗ്രോത്ത് ആണ്. 800 സ്റ്റാർട്ടപ്സിൽ നിന്ന് 6500ഓളം സ്റ്റാർട്ടപ്സ് കേരളം 10 വർഷം കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 60K ക്യാമ്പസ് പ്ലേസ്മെന്റ്, 11 lakh പുതിയ സ്റ്റുഡൻസിനെ പബ്ലിക് സെക്ടറിലോട്ട് കൊണ്ടുവരും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് LDF എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്നുള്ളത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഫോർ ഓൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. എല്ലാ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസിനും ഗവൺമെന്റ് ക്യാമ്പസ് പ്ലേസ്മെന്റ് വാഗ്ദാനം നൽകുകയാണ്, വിച്ച് ഈസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഡൂവബിൾ. പേഴ്സണലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഡൂവബിൾ അല്ല. അത് ഗവൺമെന്റ് വാഗ്ദാനം മാത്രം നൽകിയാൽ പോരല്ലോ, നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ടോപ്പായി വരേണ്ടതുണ്ട്. നമ്മുടെ ഓവറോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്ററായി വന്നാൽ മാത്രം പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും പ്രാക്ടിക്കൽ ആവുമോ എന്ന് സംശയമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 60,000 സ്റ്റുഡൻസ് ഓൾറെഡി കഴിഞ്ഞ വർഷം പ്ലേസ്ഡ് ആണ്. അപ്പോൾ 60,000 സ്റ്റുഡൻസ് മാത്രമാണോ പക്ഷെ നമ്മുടെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്സ്, ബാക്ക് ടു ക്യാമ്പസ് വൊക്കേഷണൽ ട്രെയിനിങ്, ഇങ്ങനെയുള്ള അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്യാരണ്ടീഡ് എന്നുള്ളത് ഒരു ഡേഞ്ചറസ് വേർഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര അധികം ഗ്രാജുവേറ്റ്സിനെ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കുക. ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PSC വഴിയാണുള്ളത്. സോ ദിസ് ഈസ് എന്താ പറയുക, ഇപ്പോൾ ഒരു 60,000 പ്ലേസ്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ഇംപ്രസീവ് ആണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ അങ്ങനെ ഒരു നമ്പർ ഗവൺമെന്റ് പറയുന്നു എന്നുള്ളത്. പക്ഷെ അതൊരു യൂണിവേഴ്സൽ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, അത് ഡൂവബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇറ്റ്സ് എ നൈസ് എന്താ പറയുക ഒരു വാഗ്ദാനം അല്ലേ. സ്റ്റാർട്ടപ്സിന്റെ കാര്യം, കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഇടയിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്സിന്റെ ഒരു ബൂം ഉണ്ടായിട്ടുണ്ട്. ഞാൻ XY ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടും കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് പല രീതിയിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് കൊണ്ടും നമുക്കിത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഫീച്ചർ എന്നുള്ളത് സ്റ്റാർട്ടപ്സിന്റെ ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ 800 to 6,500 സ്റ്റാർട്ടപ്സിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഉള്ള ഡാറ്റയാണ്, ഇത് വരും എന്നുള്ളതല്ല, ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ ട്രെയിനിങ് ഹബ്സ് ഒക്കെ 40 to 120 ആക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം, മാനുഫാക്ചറിങ് 13% നിന്ന് 16%. നമ്മുടെ GDPയിൽ മാനുഫാക്ചറിങ് എന്നുള്ളത് 13% ആണ്, അത് 16% ആക്കും. ദാറ്റ് സംതിങ് എന്താ പറയുക, നമുക്ക് അതിനുള്ള അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണോ കേരളം എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അതുമാത്രം മാനുഫാക്ചർ ചെയ്യാൻ എന്താണ് നമുക്കുള്ളത് എന്നുള്ളതും ഒരു 3% ഇൻക്രീസ് 5 yearsലാണെങ്കിൽ പോലും നടത്തുക എന്നുള്ളത് കുറച്ച് അത്ര പ്രാക്ടിക്കൽ അല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്. ഫോർ എഡ്യൂക്കേഷൻ സിറ്റീസ് പ്ലസ് നോവൽ സ്കിൽസ്, ഇപ്പോൾ റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ്, സെമി കണ്ടക്ടർ ഫാബ്, ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എഗെയിൻ റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സെമി കണ്ടക്ടർ ഫാബ് ഐ എം നോട്ട് റിയലി ഷുവർ, കാരണം സെമി കണ്ടക്ടർ ഫാബ് എന്നുള്ളത് അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന, അത്രയധികം റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്ന ഒക്കെ ഒന്ന് സംഭവമാണ്. ഇപ്പൊ തായ്വാൻ എന്നുള്ളൊരു രാജ്യത്തിന്റെ പിന്നിലാണ് US ഇപ്പോഴും സെമി കണ്ടക്ടർ ഫാബിൽ. അവിടെ നമുക്ക് എത്രത്തോളം വരാൻ സാധിക്കും എന്നുള്ളത് പ്രാക്ടിക്കലി എനിക്കറിയില്ല. ബട്ട് ദീസ് ആർ എന്താ പറയാ ഇന്നോവേഷൻ ഹബ്സ്, ഗ്ലോബൽ സിറ്റി, അതേപോലെ തന്നെ ബയോടെക് സിറ്റി കോഴിക്കോട്, സൈബർ വാലി, ഇങ്ങനെയുള്ള പുതിയ ഇന്നോവേഷൻ ഹബ്സ് സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്ഗ്രേഡ് 1 lakh മൈക്രോ എന്റർപ്രൈസസ് ടു 1 crore ടേൺ ഓവർ ഈച്ച്. 1 ലക്ഷം മൈക്രോ എന്റർപ്രൈസസിനെ 1 കോടി ടേൺ ഓവർ ഉള്ള കമ്പനീസ് ആക്കി മാറ്റും. ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഹ്യൂജ് ഇമ്പാക്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്, ലൈക്ക് ഇതിനുള്ള ഒരു പ്രാക്ടിക്കൽ വേ ഔട്ട് എന്താണ് എന്നുള്ളത് ഒരു കീ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്സിൽ പക്ഷേ ഗവൺമെന്റ് കൃത്യമായി ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം, ഇത് നടന്നൊരു കാര്യമാണ്. 800 to 6,500 സ്റ്റാർട്ടപ്സ് ഉണ്ടായി. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഇൻ വൈഡ് ആയിട്ട് സ്റ്റാർട്ടപ്പ് ബൂംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കേരളം അതിനെ അതിവിദഗ്ധമായിട്ട് തന്നെ കേരളം അത് ഇംബൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ഗവൺമെന്റ് കോളേജിൽ പോകണമെങ്കിൽ ഇപ്പോൾ IDC ക്ലബ്സ് ഉണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് ഗ്രാൻഡ്സ് നൽകുന്നുണ്ട്. സോ ദേ ആർ ഡൂയിങ് സം ഗുഡ് ജോബ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ 50% വുമൺ ഇൻ വർക്ക് ഫോഴ്സ്, ഒരു വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 30% 50% ആക്കും. അതിന് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ഉപയോഗിക്കും. അതേപോലെ തന്നെ വർക്ക് നിയർ ഹബ്സ് ഇൻ എവറി ഡിസ്ട്രിക്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂട്ട് എന്നുള്ളത് പലപ്പോഴും ലേഡീസിന് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്, എസ്പെഷ്യലി ഒരു ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സ്. അപ്പോൾ അവർക്കൊരു വർക്ക് നിയർ ഹോം ഹബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇതെനിക്ക് തോന്നുന്നു ഓൾറെഡി ഗവൺമെന്റ് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് അവർക്ക് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് വിമണ്ണ് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്.
റൈറ്റ്. അതേപോലെ തന്നെ കേരള ഹാസ് വൺ ഓഫ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് എന്താ പറയുക ഫീമെയിൽ പോപ്പുലേഷൻ യെറ്റ് ലോവസ്റ്റ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഇതാണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 30%-ൽ നിന്ന് 50%-ലാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള എന്നാൽ അതേപോലെ തന്നെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് UDF-ലോട്ട് വരാം. ഓക്കെ, UDF-ൻ്റെത് കുറച്ചുകൂടി റിഫോം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിഷനാണ്. നമുക്ക് UDF-ൻ്റെ ഒരു കീ കാര്യങ്ങൾ നോക്കാം. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം, ഒരു ഫ്രീ നീറ്റ്, JEE, PSC, UPSC, ബാങ്കിങ്, ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് സ്കൂളിൽ തന്നെ കൊടുക്കും. അപ്പോൾ കോച്ചിങ് മേഖല ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈഡ് ഉണ്ട്. ആ ഡിവൈഡിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു ലക്ഷ്യമായിട്ട്. ഒരു എക്സ്പെൻസീവ് പ്രൈവറ്റ് കോച്ചിങ്ങിന്റെ ആ ഒരു ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി നൈസ് കൺസെപ്റ്റ്. പക്ഷെ അവിടെ നമ്മൾ തുറന്ന് സമ്മതിക്കുകയാണ് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളതും. പക്ഷെ ഇത് എത്രത്തോളം ഒരു ലാർജ് സ്കെയിലിൽ പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ടീച്ചർ ട്രെയിനിങ് ഫെസിലിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത്, നമ്മുടെ ടീച്ചേഴ്സ് അതിന് അപ്ഗ്രേഡഡ് ആണോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതൊരു ഗവൺമെന്റ് സാലറിയിലോ ഗവൺമെന്റ് സ്കെയിലിലോ അത് വർക്ക് ചെയ്യോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പാക്ട്ഫുൾ പ്രോമിസ് ആണ്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഡൂവബിൾ ഇറ്റ് ഈസ്. ഓക്കെ, ഇനി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ കോളേജസിലും AI ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കും എന്നുള്ളതും അതേപോലെ തന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-ക്കൊക്കെ സമാനമായിട്ടുള്ള കേരളത്തിലൊരു പ്രീമിയർ ടെക്നോളജിക്കൽ സ്ഥാപനം ഉണ്ടാക്കുന്നു. ഫസ്റ്റ് നമുക്ക് AI ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അടക്കം AI ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ അംബീഷ്യസ് ആണ്. പക്ഷേ ഈ ഒരു 200+ കോളേജസിൽ എന്താ പറയാ, നമുക്ക് കൊടുക്കാൻ മാത്രം AI ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കാൻ മാത്രം AI-നെ കുറിച്ച് വിവരമുള്ള ആളുകൾ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു 200 കോളേജിൽ നമ്മൾ ഒരു AI ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഒരു 4-5 പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഗ്രാഹ്യമുള്ള ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ നമുക്ക് വേണ്ടി വരും, റൈറ്റ്? അത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് കാര്യമായ ഡൗട്ട് എനിക്കുണ്ട്. അതേപോലെ തന്നെ ഒരു IIT ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും. നമ്മൾ ശരിക്കും ഒരു IIT ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണോ വേണ്ടത്? അതല്ല, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു IIT ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ 5-year project, ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് എ 15 to 20 year project. ആ 15 to 20 year projectന് വർക്ക് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് REC NIT ആയി മാറി, അതുപോലെ നമുക്ക് കുസാറ്റ് ഉണ്ട്, നമുക്ക് CET ഉണ്ട്, നമുക്ക് TKM കോളേജ് ഉണ്ട്. അത്തരത്തിലുള്ള കോളേജസിന്റെ കൂടെ ഹാൻഡ് ഹെൽഡ് ചെയ്ത് അവരൊന്നും കൂടി ഒരു ബെറ്റർ എന്താ പറയുക പ്ലേസ്മെന്റ്സിലോട്ടും ബെറ്റർ അക്കാഡമിക് ക്വാളിറ്റിയിലോട്ടും ബെറ്റർ കരിക്കുലം റീവാമ്പിലോട്ടും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദാറ്റ് പ്രാക്ടിക്കൽ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള അവർ പറയുന്നത് റൈറ്റ് ടു ഡിസ്കണക്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഒരു ലേബർ ലോസിൽ ആളുകളുടെ എന്താ പറയുക ജോലി സാഹചര്യങ്ങൾ വളരെ വലിയൊരു ചില ചേഞ്ചസ് ആണ് വരുന്നത്. അതായത് റൈറ്റ് ടു ഡിസ്കണക്ട് ആഫ്റ്റർ കമ്മ്യൂണിക്കേഷൻസ്, ആഫ്റ്റർ ഓഫീസ് അവേഴ്സ് നമുക്ക് മെയിൽ അയക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വിളിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ഐ മീൻ ഫ്രാൻസിലൊക്കെ ഞാൻ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റുഡൻറ് വെൽനസ് സെന്റേഴ്സ് വിത്ത് അക്കാഡമിക് ക്രെഡിറ്റ്സ് ഫോർ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്. പിന്നെ എല്ലാ ഡിഗ്രി പ്രോഗ്രാംസിനും ഒരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് എക്സ്ചേഞ്ച്. ഇത് വളരെ നല്ല ഒരു ആശയമാണ്. ഈ പറഞ്ഞ പോലെ എത്രത്തോളം പ്രാക്ടിക്കലാണ്. നമുക്ക് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ലേബർ റിഫോംസ്, റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളത് ചെയ്യുക എന്നുള്ളത് ഇതൊരു നിയമമാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധ എന്നുള്ളത് കുറച്ചും കൂടി ജോബ് ക്രിയേഷനിലായിരിക്കണം. അതിനുശേഷമാണല്ലോ ലേബർ ലോസ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BJP LDF UDF-ന്റെ ജോബ് ക്രിയേഷൻ 10 lakh ജോബ്സ് ആണ് BJP ഓഫർ ചെയ്യുന്നത്. I don't think that's that practical. ഇവിടെ LDF വരുമ്പോൾ പ്ലേസ്മെന്റ്സ്, എല്ലാ കോളേജ് സ്റ്റുഡൻസിനും പ്ലേസ്മെന്റ് പ്ലസ് ഒരു 2 lakh ജോബ്സ് ത്രൂ GCC, പിന്നെ 50% വുമൺ, ഇങ്ങനെ ഒരു കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് LDF എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. UDF PSC റീഫോം, അതേപോലെ വർക്ക് അറ്റ് മൈ വില്ലേജ് പാർക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ജോബ്സ്, അപ്രന്റിസ്ഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ വരുമ്പോൾ BJP NDA ഫ്രീ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാംസ്, ഡ്രഗ് ഫ്രീ ക്യാമ്പസ്, അതേപോലെ തന്നെ LDF 11 lakh ന്യൂ സ്റ്റുഡൻസിനെ അവർ നമ്മുടെ ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് പുഷ് ചെയ്യും. 4 എഡ്യൂക്കേഷൻ സിറ്റീസ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. UDF നീറ്റ് JEE UPSC ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ വെൽനസ് ക്രെഡിറ്റ്സ്, AI ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കും എന്ന് പറയുന്നു. സ്റ്റാർട്ടപ്സിൽ സൺറൈസ് ഇൻഡസ്ട്രീസ്, അതേപോലെ റീപർപ്പസ്ഡ് ക്യാമ്പസ് സ്റ്റാർട്ടപ്സിനായിട്ട് ഉപയോഗിക്കുന്ന NDA പറയുമ്പോൾ LDF ഓൾറെഡി ഉള്ള സ്റ്റാർട്ടപ്സിന്റെ ഒരു
കുതിച്ചു കയറ്റം കാണിച്ചുകൊണ്ട് വി ഹാവ് സം ക്രെഡിബിലിറ്റി ഹിയർ, വി ഹാവ് സം നമ്പേഴ്സ് ഹിയർ എന്നാണ് പറയുന്നത്. പ്ലസ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ഓഫർ ചെയ്യുന്നു പറയുന്നുണ്ട്. UDF ഇൻക്യുബേറ്റേഴ്സ്, ടെക്നോമെന്റേഴ്സ്, ഒരു കേരള AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. സ്കിൽസിൽ വൊക്കേഷണൽ ഫ്രം ക്ലാസ് 9 പ്ലസ് എന്താ പറയുക ഇന്റേൺഷിപ്സ് പറയുന്നുണ്ട്, റൈറ്റ്. അതേപോലെ തന്നെ ബാക്ക് ടു ക്യാമ്പസ് പ്ലസ് സെമി കണ്ടക്ടർ ട്രെയിനിങ് LDF പറയുന്നുണ്ട്. അപ്രന്റീസ്ഷിപ്പ് എക്സ്ചേഞ്ച്, ക്രെഡിറ്റ് ഫോർ വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പല പല രീതിയിൽ ഈ പോയിന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു റേറ്റിംഗ് ആണ് പറയാൻ പോകുന്നത്. എൻ്റെ റേറ്റിംഗ് ഇത് കാണുമ്പോൾ പല പാർട്ടിയിലുള്ള ആളുകളുണ്ടാവും. ഞാൻ എൻ്റെ റേറ്റിംഗ്, എൻ്റെ വളരെ ഒബ്ജക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ റേറ്റിംഗ് ആണ് ഞാൻ പറയുന്നത്, റൈറ്റ്. ഈ പ്രോമിസ് എങ്ങനെ സ്കോർ ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൂവബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മെട്രിക്സ്. അതിൻ്റെ താഴെ നെസസിറ്റി ഇമ്പാക്ട് സ്കെയിലും വരുന്നുള്ളൂ. കാരണം ആശയങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് ലോൺ, BJPയുടെ സോഫ്റ്റ് ലോൺ എന്നുള്ളത് ഡൂവബിലിറ്റി വളരെ കുറവാണ്, റൈറ്റ്. ചെയ്താൽ സംഭവം നീഡഡ്, ഇമ്പാക്ട്ഫുൾ, ഇതൊക്കെയാണ്. ജോബ് ആവശ്യമെന്നാണ്, സംശയമൊന്നുമില്ല. അപ്പം ഞാൻ റാങ്ക് ചെയ്ത രീതിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഓക്കെ, ഫ്രീ മീഡിയം, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അത് ഡൂവബിൾ ആണ്, അഗെയിൻ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രഗ് ഫ്രീ ക്യാമ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് അക്കൗണ്ടബിൾ അല്ലാത്തൊരു കാര്യമാണ്, റൈറ്റ്. പ്രത്യേകിച്ച് അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. നമുക്കിത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, എങ്ങനെ നമ്പേഴ്സ് വെച്ച് നമ്മളിത് പ്രൂവ് ചെയ്യും എന്നുള്ളത്, റൈറ്റ്. ഞാൻ ചില എക്സാമ്പിൾസ് മാത്രമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റഡി ഇൻ കേരള, ജോബ് ഗ്യാരണ്ടീഡ്, ഡൂവബിലിറ്റി ഐ തിങ്ക് ഇറ്റ്സ് എക്സ്ട്രീംലി ലോ, പക്ഷേ നീഡഡ്, ഇമ്പാക്ട്ഫുൾ, അക്കൗണ്ടബിൾ ആണ്. ഇത് നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ പരിശോധിക്കാം, ഇത് നടന്നോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഡൂവബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഐ റേറ്റ് ദിസ് ഗവൺമെന്റ് വെരി ഹൈ. ഓക്കെ, അതേപോലെ തന്നെ 50% വുമൺ ഇൻ വർക്ക് ഫോഴ്സ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്. യെസ്. ഇനി UDFിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നീറ്റ് JEE കോച്ചിങ് എന്ന് പറയുന്നത് ഡൂവബിൾ എന്ന് വെച്ചാൽ ഐ വുഡ് സേ മീഡിയം. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് doable for everyone. AI departments in college, again, practicality is very low. Kerala Institute of Technology, practicality is very low എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റുഡൻറ് വെൽനസ് ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ ഒരു മെൻ്റൽ വെൽനസ് UDF വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ടു ഹാവ്. ഓക്കെ, അതേപോലെ തന്നെ മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് പ്ലാറ്റ്ഫോം ഡൂവബിൾ ആണ് ഇൻ എ വേ, റൈറ്റ്. അതേപോലെ തന്നെ പാർട്ട് ടൈം ജോബ്സ്, ഈ കാര്യങ്ങളിലൊക്കെ UDF സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഓവറോൾ സ്കോർ വരുന്നത് BJP NDA ഞാനിട്ട സ്കോറിംഗ് പ്രകാരം 6.7 ഔട്ട് ഓഫ് 10. ബിഗ് അംബിഷൻസ് ബട്ട് ലോ ഡൂവബിലിറ്റി ഓൺ ഫ്ലാഗ്ഷിപ്പ് പ്രോമിസിൽ തന്നെ. LDF 8.7 ഔട്ട് ഓഫ് 10. ഒരു സ്ട്രോങ് അക്കൗണ്ടബിലിറ്റി LDFിന്റെ ഓരോ പോയിന്റ്സിലും കുറച്ചും കൂടി ഡാറ്റ ബാക്ക്ഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്നുള്ളത്. ആൻഡ് ദർ ആർ സം പ്രൂവൺ, അവർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിൻ്റെ ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡിൻ്റെ ഒരു ഗുണം കൂടി LDFിന്, ഒരു ആനുകൂല്യം കൂടി LDFിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. UDF 7.7 ഔട്ട് ഓഫ് 10. ലോട്ട് ഓഫ് ഫ്രഷ് ഐഡിയാസ്, നല്ല അടിപൊളി ഐഡിയാസ് ഉണ്ട്. ഒരു എക്സിക്യൂഷൻ റിയാലിറ്റി എന്നുള്ളിടത്താണ് ഒരു കൺസേൺ ആയിട്ട് വരുന്നത്, റൈറ്റ്. ഇനി സ്ട്രോങ് പ്രോമിസസ്, BJP വരുന്ന ഡ്രഗ് ഫ്രീ ക്യാമ്പസ്, അതേപോലെ തന്നെ റീപർപ്പസ്ഡ് ഇൻഡസ്ട്രിയൽ ക്യാമ്പസ്, LDFിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, വിമൺ വർക്ക് ഫോഴ്സ്, UDFിന്റെ ഈ പറഞ്ഞ പോലെ നീറ്റ് JEE പ്രോഗ്രാംസ്, വെൽനസ് ക്രെഡിറ്റ്സ്, പാർട്ട് ടൈം ജോബ്സ്. വീക്കസ്റ്റ് ആയിട്ടുള്ളത് BJPയുടെ 10 lakh ജോബ്സ്, LDFിന്റെ ജോബ് ഗ്യാരണ്ടീഡ്, അതേപോലെ തന്നെ UDFിന്റെ AI ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി കോളേജ് എന്നുള്ളതാണ്. ഇനി ആരും സംസാരിക്കാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഗൾഫ് റിട്ടേൺ ക്രൈസിസ് ആണ്, റൈറ്റ്. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി യുദ്ധവുമായി ബന്ധപ്പെട്ടും AI നമ്മുടെ വർക്ക് ഫോഴ്സിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടും വി ആർ ഫേസിങ് എ ക്രൈസിസ് ആൻഡ് ഹൗ ഡു വി സോൾവ് ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഒരു ആധാരം എന്നുള്ളത് ടീച്ചർ ക്വാളിറ്റിയാണ്. ഈ ടീച്ചർ ക്വാളിറ്റി എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ സംസാരങ്ങൾ നമുക്ക് ഒരു മാനിഫെസ്റ്റോയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്റ്റുഡൻറ് മെന്റൽ ഹെൽത്തിന് UDF ഹാസ് പ്രപ്പോസ് സംതിങ്, റൈറ്റ്. പക്ഷേ അതിനൊരു കംപ്ലീറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ, ലോട്ട് ഓഫ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ മാനിഫെസ്റ്റോസ് ആർ മിസ്സിങ്. ഇവിടെ UDF മാത്രമാണ് കുറച്ച് സംസാരിച്ചിട്ടുള്ളത്. ഗിഗ് എക്കണോമി വർക്കേഴ്സ് നമ്മുടെ നാട്ടിൽ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ, ലേബർ ലോസ് എന്ന് പറയുമ്പോൾ വളരെ ഫോർമലി എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. ഇവരെ സംബന്ധിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അഗ്രികൾച്ചറൽ കരിയേഴ്സിനെ സംബന്ധിച്ച് ഇനി ഭാവിയിൽ മിക്കവാറും കൃഷി ചെയ്ത് ജീവിക്കേണ്ടിരുന്നൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മൾ അധികം സംസാരിക്കുന്നില്ല. ഓക്കെ, എനിവേ ദിസ് ഈസ് മൈ റിവ്യൂ. ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ റീസൺ, നമ്മുടെ ഇലക്ഷനിൽ പലപ്പോഴും നമ്മൾ വേറെ പലതുമാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള മാനിഫെസ്റ്റോ വെച്ചുള്ള പോയിന്റ് ഇപ്പോഴും
5 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആക്ച്വലി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് ആരോഗ്യകരമായ ഒരു ചർച്ച മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ എഡ്യൂക്കേഷൻ, കരിയർ, അപ്സ്കില്ലിംഗ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് അജ്മൽ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം.